Hello children, welcome to Kids Area Online. മൂന്നാം ക്ലാസ്സിൻ്റെ മലയാളം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി എല്ലാ എക്സാമും കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? മലയാളം എക്സാമും ഈസി ആയിരുന്നില്ലേ? യെസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം ഉപയോഗിച്ച് എഴുതാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. നല്ലതുപോലെ എഴുതാൻ കഴിയും. ആ ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ എക്സാം. എല്ലാവരും നല്ലതുപോലെ അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ പാരൻസിന് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണാം. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയുവാണ്. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുവാണ്. സെക്കൻഡ് ടൈം ട്യൂഷൻ ഇന്നത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് ടൈം ട്യൂഷൻ ഡിസംബർ 27 സ്റ്റാർട്ട് ചെയ്യുവാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സസും ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസും ഉണ്ട്. ലൈവ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ട് എങ്കിൽ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വായിക്കാം എഴുതാം എന്നുള്ളതാണ്. ഇവിടെ ഒരു കഥാഭാഗം നൽകിയിട്ടുണ്ട്. അത് വായിച്ച ശേഷം കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. ടെലിവിഷന്റെ മുന്നിലിരുന്ന് അപ്പവും അമ്മുവും ആർത്തു വിളിച്ചു. മികച്ച കർഷകനുള്ള ഈ വർഷത്തെ സമ്മാനം നേടിയ ആളിന്റെ പേരും ചിത്രവും സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. മുത്തച്ഛ, അവർ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. ചാറ്റൽ മഴയുണ്ട്. മഴയെ കൂസാതെ ഇരുവരും പുറത്തേക്കോടി. ദാ മുത്തച്ഛൻ വളപ്പിൽ തന്നെയുണ്ട്, അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ചെളി പുരണ്ടു നിൽക്കുന്ന മുത്തച്ഛൻ കുഞ്ഞുമക്കളെ കണ്ട് പരിഭ്രമിച്ചു. എന്തു പറ്റി മക്കളെ? മുത്തച്ഛൻ ചോദിച്ചു. അപ്പവും അമ്മുവും മുത്തച്ഛനെ കെട്ടിപ്പുണർന്നു. മുത്തച്ഛൻ ടെലിവിഷനിൽ ചിരിച്ചു നിൽക്കുന്നുണ്ട്. അപ്പു കിതച്ചും കൊണ്ട് പറഞ്ഞു. മുത്തച്ഛനൊന്നും മനസ്സിലായില്ല. സമ്മാനം കിട്ടിയ കാര്യം ചെവിയിൽ പറഞ്ഞ് അമ്മു മുത്തച്ഛനൊരു ചക്കര ഉമ്മ കൊടുത്തു. മുത്തച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണെത്താ ദൂരത്തെ പാടം നോക്കി മുത്തച്ഛൻ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്തു. താൻ ഒഴുക്കിയ വിയർപ്പിന്റെ ഫലമാണ് ഈ നേട്ടം. വിത്താഴം ചെന്നാലേ പത്തായം നിറയൂ, അയാൾ ഓർത്തു. ഇതാണ് കഥാഭാഗം. ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, മുത്തച്ഛന് ചക്കരയുമ്മ കൊടുത്തത് ആരാണ്? അമ്മു, അപ്പു, അമ്മ, മുത്തശ്ശി. ആരായിരുന്നു? അമ്മു ആയിരുന്നു. അതിവിടെ എടുത്തെഴുതണം. അമ്മു എന്ന് എഴുതണം. മുത്തച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തുകൊണ്ട്? സങ്കടം കൊണ്ട്, വേദന കൊണ്ട്, സന്തോഷം കൊണ്ട്, ചെളി പുരണ്ടതുകൊണ്ട്. എന്തായിരുന്നു ആൻസർ? സന്തോഷം കൊണ്ട്. അതിവിടെ എടുത്തെഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കെട്ടിപ്പുണർന്നു. പിരിച്ചെഴുതിയാൽ ഇതിലേതാണ് ശരി? കെട്ടിപ്പ് പ്ലസ് ഉണർന്നു, കെട്ട് പ്ലസ് പുണർന്നു, കെട്ടി പ്ലസ് പുണർന്നു, കെട്ടി പ്ലസ് പുണർന്നു. ഇതിലേതാ ശരി? ഡി, നാലാമത്തതാണ് ശരി. അതിവിടെ എടുത്തെഴുതണം. പറമ്പ് എന്നതിനു പകരം കഥയിൽ ഉപയോഗിച്ച വാക്ക് ഏത്? പറമ്പ് എന്നതിന് പകരം എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? കണ്ണെത്താ ദൂരത്ത് പാടത്തേക്ക് നോക്കി നിന്നു. പാടം. എന്തായിരുന്നു? പാടം. നന്നായി അധ്വാനിച്ചാലേ നല്ല ഫലമുണ്ടാകൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതായിരുന്നു? വിത്താഴം ചെന്നാലേ പത്തായം നിറയൂ. ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻ കഥാഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കണ്ടെത്തി എഴുതിയാൽ മാത്രം മതിയായിരുന്നു. എഴുതിയല്ലോ? എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ? ഓക്കെ, അടുത്തത് സംഭാഷണമായിരുന്നു കേട്ടോ. വല മുറിച്ച് തന്നെ രക്ഷപ്പെടുത്തിയ എലിക്കുട്ടനെ പൂച്ച സ്നേഹപൂർവ്വം നോക്കി. വളരെ നന്ദി, എന്തു സഹായത്തിനും എന്നെ വിളിക്കാം, പൂച്ച പറഞ്ഞു. എലിക്കുട്ടന് സന്തോഷമായി. അവൻ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയ എലിക്കുട്ടൻ അമ്മയോട് അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. എലിക്കുട്ടൻ പറയാണ്, അമ്മേ അമ്മേ, ഞാനിന്നൊരു നല്ല കാര്യം ചെയ്തു. അപ്പം അമ്മ എന്ത് ചോദിച്ചിട്ടുണ്ടാവും? എന്ത് കാര്യം? അപ്പോൾ എലിക്കുട്ടൻ കാര്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അമ്മ പേടിച്ചു പോയിട്ടുണ്ടാവും. കാരണം എന്താ? പൂച്ചയിലെ രക്ഷിക്കാൻ പോയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആശയം തോന്നുന്നത് അത് നിങ്ങൾ എഴുതുക. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതായിരുന്നു സംഭാഷണം. മൂന്നാമത്തേത് ഡയറി ആയിരുന്നു കേട്ടോ. അമ്മ കുടുക്ക നിലത്തുടയ്ക്കാനായി ഉയർത്തി. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മഞ്ഞപ്പാവാടിയിലെ പെൺകുട്ടിയെ ഓർമ്മയില്ലേ? പ്രതീക്ഷിച്ച പിറന്നാൾ സമ്മാനം കിട്ടിയില്ലെങ്കിലും അവൾ ഏറെ സന്തോഷവതിയായിരുന്നു. അന്ന് രാത്രി അവൾക്ക് ഉറക്കം വന്നതേയില്ല. അവൾ ഡയറി എടുത്ത് പതിയെ എഴുതാൻ തുടങ്ങി. ഡയറി പൂർത്തിയാക്കൂ.
അപ്പോൾ ഡയറി ആയിരുന്നു മൂന്നാമത്തെ പ്രവർത്തനം. ഇന്ന് മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. ഡയറിയുടെ തുടക്കം അവർ നൽകിയിട്ടുണ്ട്. ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഡയറി എഴുതിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4 വിവരണം എഴുതാനായിരുന്നു. പ്രവർത്തനം 4 വിവരണം എഴുതുക. കടലാസ് കൊണ്ട് പട്ടം നിർമ്മിക്കുന്ന കൂട്ടുകാരെ കണ്ടില്ലേ? നിങ്ങളും പട്ടം നിർമ്മിച്ച് പറത്തിയിട്ടുണ്ടാകുമല്ലോ. കടലാസ് ഉപയോഗിച്ച് മറ്റെന്തെല്ലാം ഉണ്ടാക്കാം? കടലാസ് ഉപയോഗിച്ച് എന്തെല്ലാം ഉണ്ടാക്കാന്നാണ്. പൂവ്, പക്ഷികൾ, വീട്, അതുപോലെ എന്തൊക്കെ ഉണ്ടാക്കാം അത് നിങ്ങളോട് എഴുതാം. എയ്റോപ്ലെയിൻ ഉണ്ടാക്കാൻ കഴിയില്ലേ? എയ്റോപ്ലെയിൻ ഉണ്ടാക്കാം, പമ്പരം ഉണ്ടാക്കാം, നിങ്ങൾക്ക് എന്തൊക്കെയാണോ, ക്യാമറ ഉണ്ടാക്കാം, ഷർട്ട് ഉണ്ടാക്കാം, ഡ്രസ്സ് ഉണ്ടാക്കാം. എന്താണോ നിങ്ങൾക്ക് എഴുതാനുള്ളത് അതിവിടെ എഴുതാം കേട്ടോ. ഇനി ഏതായാലും ഏതെങ്കിലും ഒന്ന് നിർമ്മിക്കുന്ന രീതി വിവരിച്ചെഴുതണം. നിങ്ങൾക്ക് എന്താണോ, പക്ഷിയാണെങ്കിൽ പക്ഷി, പൂവാണെങ്കിൽ പൂവ്, വീടാണെങ്കിൽ വീട്, അത് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്നുള്ള രീതി വിവരിച്ചെഴുതണം. അതായിരുന്നു വിവരണം. കടലാസ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടോയ് എന്താണോ ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വിവരിച്ചെഴുതണം. ഓക്കെ, അതായിരുന്നു 4ാമത്തെ പ്രവർത്തനം. 5ാമത്തെ പ്രവർത്തനം അഭിപ്രായക്കുറിപ്പാണ്. മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക? അത് അതിൻ്റെ ജോലി ചെയ്യുകയല്ലേ? ആശ്രമ വിദ്യാലയത്തിലെ കുട്ടികൾ മഴയെ കുറ്റപ്പെടുത്തിയപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിത്. നിങ്ങൾ മഴയെ കുറ്റപ്പെടുത്താറുണ്ടോ? എപ്പോഴെങ്കിലും മഴ നിങ്ങൾക്ക് ശല്യമായി തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിപ്പായി എഴുതുക. മഴ നിങ്ങൾക്ക് ശല്യമായി തോന്നിയിട്ടുണ്ടോ? മഴയെ കുറ്റപ്പെടുത്താറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം, അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക? ഗാന്ധിജിയുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യണം? കുറിപ്പായിട്ട് എഴുതണം. അതായിരുന്നു 5ാമത്തെ പ്രവർത്തനം. ഓക്കെ, ലാസ്റ്റ് വൺ, 6ാമത്തെ പ്രവർത്തനം കഥ പൂർത്തിയാക്കാം. കറുമ്പിക്കാക്കയുടെ കരച്ചിൽ കേട്ടാണ് സുഹ്റ ഉണർന്നത്. അവൾ ഓടി കറുമ്പിയുടെ അരികിലെത്തി. കറുമ്പിയുടെ വായിൽ മീൻമുള്ള് തറഞ്ഞിരിക്കുന്നു. വേദന കൊണ്ട് പുളയുകയാണ്. സുഹ്റ അടുക്കളയിലേക്ക് ഓടി. അടുത്തെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? മുള്ള എങ്ങനെ എടുത്തിട്ടുണ്ടാകും? കഥ പൂർത്തിയാക്കൂ. എന്നിട്ടോ കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ടും നൽകണം. ഇതായിരുന്നു 6ാമത്തെ പ്രവർത്തനം. കഥ പൂർത്തിയാക്കി തലക്കെട്ട് നൽകുക എന്നുള്ളതായിരുന്നു 6ാമത്തെ പ്രവർത്തനം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു 3ാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ ആൻസർ എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പോൾ ട്യൂഷൻ്റെ കാര്യം മറക്കണ്ട. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.